നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിൽ ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ പല അതൃപ്തികളുമുണ്ട്. അതുമാത്രമല്ല, സീറ്റ് നഷ്ടപ്പെട്ടു പോയതിന്റെ വിലയിരുത്തലുകളും ചർച്ചകളുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ ബി.ജെ.പി. ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദമാക്കുന്ന വിപുലമായ റിപ്പോർട്ട് പാർട്ടി ഉന്നതർക്ക് സമർപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പേപ്പർ ചോർച്ച, സർക്കാർ ജോലികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത്, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ഭരണം തുടങ്ങിയ ആശങ്കകളാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള ആഭ്യന്തര അസ്വാരസ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന ബി.ജെ.പി. 15 പേജുള്ള സമഗ്രമായ വിശകലനമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അയോധ്യ, അമേഠി തുടങ്ങിയ സുപ്രധാന മണ്ഡലങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തി പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തുന്നതിനായി ഏകദേശം 40,000 ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് ശേഖരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അടുത്തിടെ യു.പി. ബി.ജെ.പി. അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും മുതിർന്ന പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെ തുടർന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാക്കളുമായി കൂടുതൽ ചർച്ചകൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഭരണപരമായ വീഴ്ചകൾ, പാർട്ടി പ്രവർത്തകർക്കിടയിലെ അതൃപ്തി, അടിക്കടിയുള്ള പേപ്പർ ചോർച്ച, സർക്കാർ പദവികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള 6 പ്രാഥമിക കാരണങ്ങളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കുർമി, മൗര്യ ജാതികൾ ഇത്തവണ ബി.ജെ.പിയിൽ നിന്ന് അകന്നുപോയെന്നും ദളിത് വോട്ടുകൾ 1/3 മാത്രമാണ് പാർട്ടിക്ക് നേടാനായതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ബി.എസ്.പിയുടെ വോട്ട് വിഹിതം 10% കുറഞ്ഞു. അതേസമയം യു.പിയിലെ 3 മേഖലകളിൽ കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തി. പഴയ പെൻഷൻ സ്കീം പോലുള്ള പ്രശ്നങ്ങൾ മുതിർന്ന പൗരന്മാരിൽ ആശങ്കയുണ്ടാക്കി. അതുപോലെ തന്നെ അഗ്നിവീർ, പേപ്പർ ചോർച്ച തുടങ്ങിയ ആശങ്കകൾ യുവാക്കൾക്കിടയിലും ഉണ്ടായതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ 37 സമാജ്വാദി പാർട്ടി നേടി. 2019 കണക്ക് വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പി. 62-ൽ നിന്ന് 33 കുറഞ്ഞു. ഇത് പാർട്ടിയുടെ ദേശീയ തലത്തിൽ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യം രാമക്ഷേത്രത്തിന്റെ മഹാഭിഷേക ചടങ്ങ് നടന്ന സംസ്ഥാനത്ത് നിന്ന് കാര്യമായ നേട്ടം പ്രതീക്ഷിച്ചിരുന്ന നേതൃത്വത്തെ തെരഞ്ഞെടുപ്പ് ഫലം അമ്പരപ്പിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശക്തികേന്ദ്രമായ ഗോരഖ്പൂരിൽ 13-ൽ 6 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് നേടാനായത്. അമിത ആത്മവിശ്വാസമാണ് മോശം ഫലങ്ങൾക്ക് കാരണമെന്ന് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.